ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ ചിലവഴിക്കുവാൻ പറ്റുന്നത് തന്നെ വലിയ കൃപയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിറഞ്ഞ നന്ദിയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സഹോദരങ്ങളെ, ഞങ്ങൾ അധ്യാപകർക്ക് ഈയിടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സെമിനാറിൽ തികച്ചും വ്യത്യസ്തമായ ഒരനുഭവം തോന്നി. അവിടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ചെറിയ അനുഭവ വിശേഷവും ഒപ്പം തന്നെ 4-5 വരികളടങ്ങിയ ഒരു പാട്ടും എനിക്ക് ഒരുപാട് ഹൃദ്യമായി തോന്നി. ആ അനുഭവം ഇങ്ങനെയായിരുന്നു. ഒരു ഓഫീസിൽ എല്ലാവർക്കും വളരെ എപ്പോഴും എല്ലാവരോടും കർക്കശമായി പെരുമാറുന്ന ഒരു മനുഷ്യനുണ്ട്. ഇരട്ടപ്പേര് തന്നെ ആ ഓഫീസറെ വിളിച്ചിരുന്നു ബാക്കിയുള്ളവർ, സ്റ്റാലിൻ എന്നൊക്കെ. അതോ ഹിറ്റ്ലർ എന്നാണോ, ഞാൻ മറന്നു. എന്തായാലും അതൊക്കെ അങ്ങനെ പോകുന്നു. അവിടുത്തെ ഒരു പ്യൂണിൻ്റെ യാത്രയയപ്പ് സമ്മേളനമാണ് സന്ദർഭം. പ്യൂണ് പ്രസംഗിക്കാനായിട്ട് മറുപടി പ്രസംഗത്തിനായിട്ട് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇദ്ദേഹം നേരെ ഈ വളരെ കർക്കശക്കാരനായ തൻ്റെ മേലധികാരിയുടെ നേരെ നോക്കിക്കൊണ്ട് ആരംഭിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചു തീർച്ചയായും ഇത് അവസാന ദിവസം നല്ലത് 2 പറഞ്ഞിട്ടേ ഇദ്ദേഹം പോകൂ എന്നൊക്കെ പലരും കരുതിയെങ്കിലും സൗമ്യമായി തന്നെ പ്യൂണ് മറുപടി പ്രസംഗം ആരംഭിക്കുകയാണ്. സർ എന്ന് ഈ വളരെ കർക്കശക്കാരനായ ധാർഷ്ട്യക്കാരനായ മനുഷ്യനെ സംബോധന ചെയ്തുകൊണ്ട്, സർ, അങ്ങേക്കറിയുമോ, ഞാൻ പലപ്പോഴും അങ്ങയുടെ ഓഫീസിൽ നിന്ന് വളരെ തീക്ഷ്ണമായ തിരസ്കാരങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന പല ഫയലുകളും പരുഷമായിട്ട് വലിച്ചെറിയുന്നത് പോലെ അങ്ങ് മാറ്റിവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേരമൊന്നും എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ചില അപേക്ഷകൾ എഴുതിക്കൊണ്ടുവരുന്നത് അങ്ങയുടെ മേശപ്പുറത്തേക്ക് വയ്ക്കുമ്പോൾ അതിനെ ചുളുക്കി ഞെരിച്ച് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നത് ഞാൻ കണ്ടപ്പോഴും സാറേ, എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു സന്ദർഭം കേട്ടോ, അതൊരു സന്ദർഭമല്ല, എല്ലാ ദിവസവും ആവർത്തിക്കപ്പെടുന്നൊരു സന്ദർഭമായിരുന്നു. ഞാൻ രാവിലെ വരുമ്പോഴേക്കും ആദ്യം സാറിനെ കാണുമ്പോൾ തന്നെ ഞാൻ എന്നും ഒന്ന് പുഞ്ചിരിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും സാറ് ഒരു പുഞ്ചിരി എനിക്ക് പകരമായി തന്നിട്ടില്ല കേട്ടോ. അത് ഓരോ ദിവസവും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഇന്നും രാവിലെ ഉണ്ടായതാണ് കേട്ടോ സാറേ. ഞാനിപ്പോൾ പടിയിറങ്ങുന്ന ഈ ദിവസം അങ്ങയോടായിട്ട് പറയുക, ദയവ് ചെയ്ത് നേരെ നോക്കി ചിരിക്കുന്നവർക്ക് നേരെയെങ്കിലും അങ്ങേക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൂടെ? സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളിൽ പലരുടെയും കണ്ണൊന്ന് നനഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പുഞ്ചിരി നഷ്ടപ്പെട്ടവരുടെ പുഞ്ചിരി വീണ്ടെടുക്കാനായിട്ടല്ലേ കർത്താവ് യേശു മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത്. ഒരുപക്ഷെ അല്പം ചിരിച്ചുകൊണ്ട് തന്നെയാവാം കർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ട് സുവിശേഷം വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലെ 26-ാം തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ എനിക്കിഷ്ടം. കാരണം അദ്ദേഹം കണ്ണുനീർ വാർത്തത് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ വേദപുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ള സന്ദർഭങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു നറുപുഞ്ചിരിയുടെ അല്ലെങ്കിൽ അങ്ങനെ വളരെ വെൽക്കമിങ് ആയ ഒരു മുഖഭാവം തീർച്ചയായും
യേശു ക്രിസ്തുവിനുണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നും. എൻ്റെ ചിരി ഇടയ്ക്കെങ്കിലും തെളിയുമ്പോൾ അത് ചുണ്ടിൽ മാത്രം തത്തിക്കളിക്കുന്ന ഒന്നല്ലേ. എന്നാൽ കർത്താവേശു മിശിഹായുടെ ചിരി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന, വിടർന്നു വരുന്ന ഒരു പുഞ്ചിരി തന്നെയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അന്ന് ആ സെമിനാറിലെ ഈ ചെറിയ അനുഭവത്തിൻ്റെ പങ്കുവയ്ക്കൽ വളരെ വളരെ പ്രസക്തമാണ് പലപ്പോഴും. എന്നാൽ അവർ ഒരു തീം സോങ് പോലെ പാടിയ വരികൾ അതെന്നെ കുറെക്കൂടെ ആഴത്തിൽ സ്പർശിച്ചു കേട്ടോ. വളരെ ലളിതമായ വരികളാണ്. ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാവാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും നമുക്കൊന്നുകൂടെ ഓർത്തെടുക്കാം, ഒന്ന് കേട്ടു നോക്കാം അല്ലേ. അതിൻ്റെ വരികൾ ആരംഭിക്കുന്നത് എങ്ങനെയായിരുന്നു? നീ ബലവാനാണ് എങ്കിലും, നീ ബലഹീനൻ എങ്കിലും, നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ പാടി തുടങ്ങിയത്. അതിമനോഹരമായിട്ട് കണ്ണടച്ചിരുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ആ വരികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതുകയായിരുന്നുവെന്ന് കൂടെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് ലളിതവും സുന്ദരവും ഹൃദ്യവുമായ വരികളായിരുന്നു. അടുത്ത വരികൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. നീ വിശ്വാസിയെങ്കിലും, നീ അവിശ്വാസിയായാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഒരുപാട് ഹൃദ്യമായിട്ട് തോന്നി എനിക്ക്. പിന്നീട് ഞാൻ വീണ്ടും കേട്ടു, നിൻ മതമേതാണെങ്കിലും, നിൻ ഭാഷയേതാകിലും, നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഈ കാര്യം എൻ്റെ മറ്റൊരു സുഹൃത്തുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ വരികൾ ഇങ്ങനെ പതിഞ്ഞ് കയറിയത്, ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്? അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് എന്നെ കൂടുതൽ വിസ്മയിപ്പിച്ചത്. അത് കർത്താവ് പറയുന്നത് പോലെ പറയുന്നത് കൊണ്ടല്ലേ അച്ചോ. യേശുക്രിസ്തു താൻ ജീവിച്ചിരുന്ന ആ കാലത്ത് തന്നെ കേൾക്കുന്നവരോട് പറഞ്ഞത് ഇതുപോലെ ലളിതമായിട്ട്, ഇതുപോലെ സുന്ദരമായിട്ട്, ഇതുപോലെ ഹൃദ്യമായിട്ട് തന്നെയാണ് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. എന്നാൽ ഇവിടെ നമ്മൾ കേൾക്കുന്ന ഈ വേദസന്ദർഭം നമുക്കൊരു പക്ഷേ തോന്നും, കർത്താവിൻ്റെ കാർക്കശ്യം നിറഞ്ഞ ഒരു കണ്ഠത്തിൽ നിന്നാണോ ഇത് വരുന്നത് എന്ന്. കാരണം ആ വാക്യം ഇങ്ങനെയല്ലേ, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടൊന്നുമല്ല, മറിച്ച് നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടത്രേ. സഹോദരങ്ങളെ, ഞാനിന്ന് എന്നോട് ചോദിക്കുക, യേശു ക്രിസ്തുവിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് പറ്റുന്നുണ്ടോ? പലപ്പോഴും ഈ അപ്പം തുടങ്ങിയ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിലെ ചിലയില്ലായ്മകളെയും വല്ലായ്മകളെയും മാത്രം നോക്കിയിട്ടാണോ ഞാൻ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുക? അതിനുവേണ്ടിയാണോ ഞാനിന്ന് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? അതിനുവേണ്ടിയാണോ ഞാനിന്ന് തിരുവചനം തുറക്കുക പോലും ചെയ്യുന്നത്? കർത്താവ് അന്ന് പറഞ്ഞത് ഇന്നും എൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങുമാറ് പ്രസക്തിയുള്ളതല്ലേ. അവിടുന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ തന്നെ പറയണം, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അല്ലാതെ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവാനുഭവത്തെ പ്രതിയാണോ? ഒരു ദൈവികമായ ഇടപെടലിനെ ധ്യാനിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ അന്നും ഇന്നും അതിൻ്റെ നമ്പർ എടുത്താൽ ഒരുപക്ഷെ വളരെ കുറവായിരിക്കുമല്ലേ. ഞാനിന്ന് ക്രിസ്തുവിൻ്റെ നാമം പേറുന്നുണ്ടെങ്കിലും, ക്രിസ്ത്യാനി എന്നൊക്കെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നുണ്ടെങ്കിലും, എന്നെ സൂചിപ്പിക്കുന്ന ചില അപേക്ഷാ ഫോറങ്ങളിലെങ്കിലും ക്രിസ്ത്യൻ എന്ന് ഞാൻ എഴുതുന്നുണ്ടെങ്കിലും, ഞാനും കർത്താവ് സൂചിപ്പിച്ച
ഈ ഒരു സ്ഥാനത്തല്ലേ? അതെ, ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നത് പലപ്പോഴും അപ്പം ഭക്ഷിച്ച് തൃപ്തിയായതുകൊണ്ടാണ്. എൻ്റെ അപ്പമാണ് എൻ്റെ വിഷയം. എൻ്റെ ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ എനിക്കേറെ വിലയുള്ളതാണ്. ആ സാഹചര്യങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെയാണ് പലപ്പോഴും എന്നെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്, അല്ലേ? അവിടുന്ന് അപ്പം വർദ്ധിപ്പിക്കുന്ന ആ വേദസന്ദർഭത്തെ തന്നെ എടുത്താൽ എന്തുമാത്രം ഉൾവെളിച്ചങ്ങളാണ് അവിടെയുള്ളത്. അന്ന് ശ്ലീഹന്മാർ, എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ, അവരെടുക്കുന്ന നിലപാട് എത്ര പ്രായോഗികമാണ്. ഒരു പ്രായോഗികതയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നതിനോട് അവർ പ്രതികരിക്കുന്നത്, അല്ലേ? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പൻ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പൻ. കർത്താവ് ഉടനെ ശ്ലീഹന്മാർ എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളിൽ പലരെ പോലെ നിന്നുകൊണ്ട് തിരിച്ച് ചോദിക്കുക, ഇവിടെ എങ്ങനെ കൊടുക്കാനാണെന്നാണ് കർത്താവെ നീ പറയണേ? ഇവിടെ വളരെ റിസോഴ്സ്ലെസ് ആയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇതൊരു വളരെ നിർജ്ജന പ്രദേശം. ഇവിടുന്ന് എങ്ങനെ കൊടുക്കുമെന്നാ നീ പറയണേ? ഇവിടുന്ന് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇന്ന് പലപ്പോഴും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹികമായ ഒരു 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 പ്രതിബദ്ധതയൊക്കെ പുലർത്താനായിട്ട് നമുക്ക് പലപ്പോഴും ഒരു വിമുഖതയല്ലേ? കുടുംബത്തിൽ പോലും ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് എന്തുമാത്രം സങ്കോചമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മുട്ടായുക്തികളുടെ PhD എടുക്കാനായിട്ട് തുടങ്ങിയാൽ എനിക്കായിരിക്കും ആദ്യം കിട്ടുകയെന്ന്. കാരണം ഒരു എക്സ്ക്യൂസ് പറയാനായിട്ട്, എക്സ്ക്യൂസുകളുടെ വളരെ വിദഗ്ധനായിട്ട് ഞാൻ മാറുന്നില്ലേ പലപ്പോഴും? ഓരോ അസൈൻമെൻറ്റ് വരുമ്പോഴും ഒരു എക്സ്ക്യൂസ്, വളരെ പ്രസൻറ്റബിളായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് പറയുന്നതിൽ എത്ര വൈദഗ്ധ്യമാണ് ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ശ്ലീഹന്മാർ തിരിച്ചു പറയണത്, എങ്ങനെയാണ് ഇവിടെ കൊടുക്കുക? ഇവിടെ ഒരുപാട് പ്രായോഗികമായ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതൊക്കെ അറിയാവുന്ന നീ എന്തിനാ ഇങ്ങനെ പറയണേ? അപ്പോൾ കർത്താവ് വീണ്ടും നിറഞ്ഞ സ്നേഹത്തോടെ ചോദിക്കുക, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ജീവിതത്തിൻ്റെ വെല്ലുവിളികളും ദുസ്സഹമായ പല അനുഭവങ്ങളും വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ നേരെയൊന്നും ഒരു പക്ഷേ നോക്കുന്നില്ലെങ്കിലും പലപ്പോഴും കുനിഞ്ഞിരുന്നു കൊണ്ടായിരിക്കും. എങ്കിലും എൻ്റെ ഉള്ളിൽ എന്തെല്ലാം പരിഭവങ്ങളാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്താണ് കർത്താവേ ഇങ്ങനെ നീ എന്താണ് എന്നോടിങ്ങനെ എന്നൊക്കെ. പലവരും അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പരിഭവങ്ങൾ പലപ്പോഴും അത് ദൈവത്തിൻ്റെ നേരെയാണ്. ഞാനിങ്ങനെയൊക്കെ ജീവിച്ചിട്ടും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കൈക്കൂലി പോലും വാങ്ങാതെ ജീവിച്ചിട്ടും ഇന്നത്തെ എൻ്റെ അവസ്ഥ നോക്കിക്കേ. എന്താ ഇങ്ങനെ? നീ ഒരു പക്ഷപാതക്കാരന്, ഒരു എന്താ പറയുക വളരെ ബയാസ്ഡാണ് കർത്താവേ നീ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ നേരെ മാർത്തയെപ്പോലെ വിരൽ ചൂണ്ടാനായിട്ട് നമുക്കൊരു മടിയുമില്ല, അല്ലേ? നിനക്ക് വിചാരമില്ലയോ എന്ന് മാർത്ത ചോദിച്ച ആ ഒരു ചോദ്യത്തിൻ്റെ പ്രതിധ്വനികൾ പലതരത്തിലുള്ള പിറുപിറുപ്പുകളായിട്ട്, പരിഭവങ്ങളായിട്ട് ദൈവത്തിൻ്റെ നേരെ തിരിക്കുന്നതിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയായിട്ടും ഞാൻ എന്നെ വിളിക്കുക ക്രിസ്ത്യാനി എന്നാണ് കേട്ടോ, ക്രിസ്ത്യാനി എന്നാണ്. സത്യത്തിൽ അവിടുത്തെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആഴത്തിൽ അനുഭവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന പേരിൻ്റെ അവകാശികളായിട്ടുള്ളത്. പക്ഷേ ഞാനിങ്ങനെ പിറുപിറുത്ത് കൊണ്ടൊക്കെ സഞ്ചരിക്കുമ്പോഴും എന്നെ തന്നെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള വ്യവലാതിയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൗശലമില്ലാതെ നീങ്ങുമ്പോഴും നമ്മൾ ചില ജീവിതങ്ങളെയൊക്കെ മറന്നു പോവുക. എല്ലാ ഇല്ലായ്മകൾക്കിടയ്ക്കും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞ ചിലരെ അന്ന് ശ്ലീഹന്മാരിങ്ങനെ പ്രതിവചിക്കുമ്പോഴും കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പക്കൽ എന്താ ഉള്ളത്? നമുക്കില്ലാതെ പോകുന്ന ഒരു മനോഭാവം ഇതാണ്. ദൈവം തന്നിട്ടുള്ളതിനെ ഒന്ന് നോക്കാൻ നമുക്ക് വിമുഖതയാണ്. അതിനെപ്പറ്റി ഒരു ബോധ്യവും ഇല്ലാതെ, അത് സമ്മതിക്കാൻ തയ്യാറില്ലാതെ ഞാൻ ഇല്ലായ്മകളെപ്പറ്റി പരിഭവിച്ചും വെറുത്തും കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 7 അപ്പമുണ്ട്, കുറച്ച് ചെറു മത്സ്യങ്ങളുണ്ട്. എന്നാലാവട്ടെ,
അത് കൊണ്ടുവരിക എന്ന് കർത്താവ് പറയുക. അപ്പോൾ പലപ്പോഴും പല ആളുകളും നമ്മുടെ അടുക്കലേക്ക് ചില കാര്യങ്ങളുടെ ആലോചനകൾക്കൊക്കെ ആയിട്ട് വരുമ്പോഴും അവരുടെ നേരെയൊക്കെ നമ്മളെടുക്കുന്ന നിലപാടെന്താ? അവൻ്റെ വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കണം, അവന് പ്രത്യേകിച്ച് എന്താ ഇപ്പം ചെയ്യാനുള്ളത്, അവനിങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ചെറിയ ശ്രമമാണെങ്കിൽ ചെറിയത്, അതിനെ ഒന്ന് മുഖവിലേക്ക് എടുക്കാനായിട്ട്, അതിനെ ഒന്ന് കരുതാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ലല്ലോ. ക്ലാസ് റൂമിൽ ഒരു കൊച്ച് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ആവട്ടെ, അവൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യത്തിന് നേരെ അവൻ ചെയ്തുകൊണ്ട് വന്നേക്കണം, എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാണ്, ഇതൊക്കെ വീണ്ടും തെറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും പരിഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത മുറിവ് ആ ഹൃദയത്തിലും വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കർത്താവ് പറയുക, നിങ്ങളുടെ പക്കലുള്ളത് അത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപയുടെ ഇടപെടലുണ്ടാവുന്നത് എന്ന് നമ്മൾ തുടർന്ന് തിരിച്ചറിയുകയാണ്, അല്ലേ? പന്തി പന്തിയായിട്ടിരിക്കാൻ പുരുഷാരത്തോട് കൽപ്പിച്ചു. അവൻ ശ്ലീഹന്മാർ സമർപ്പിച്ച അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി അത് വിളമ്പാനായിട്ട് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഒന്ന് വാഴ്ത്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സന്ദർഭത്തിൽ 1 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ എത്രയുണ്ട് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. എന്ത് ചെറിയ കാര്യമാകട്ടെ, ഈവൻ നമ്മുടെ കൊച്ച് നമ്മളോട് TV വയ്ക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പോലും ഒന്ന് പ്രാർത്ഥിച്ച് ഓൺ ചെയ്താൽ മതി കേട്ടോ എന്നവരോടൊന്ന് പറയാനായിട്ട്. ചിലപ്പോൾ അവർ തിരിച്ച് പറയും, അത് ശരി, അപ്പയ്ക്കും വട്ടായോ എന്നൊരു പക്ഷേ ചോദിക്കും. എന്നാൽ അവരങ്ങനെ അന്നേരം ചോദിച്ചാലും പിന്നെ ഒരിക്കൽ അവരുടെ മനസ്സിൽ ഈ ചിന്ത ഒന്ന് വളരുക തന്നെ ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അന്ന് 7 അപ്പവും കുറച്ച് ചെറുമത്സ്യങ്ങളും അവിടെ സമർപ്പിക്കപ്പെട്ടത് എത്ര പേരെ തൃപ്തിപ്പെടുത്തിയെന്നാണ് തിരുവചനം വെളിപ്പെടുത്തുക. അതെ, ആ പുരുഷാരം 4000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു അത്രേ. ചേർന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ അടങ്ങുമ്പോൾ എത്രയോ പേരാണ്, അല്ലേ? അപ്പോൾ സഹോദരങ്ങളെ ഓർക്കുക, പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ആരംഭിക്കുന്നിടത്ത് ഒരു പുതിയ ചൈതന്യം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളങ്ങനെ ഈ വേദസന്ദർഭത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് കേട്ടോ, ഈ നമ്മളുടെ കണക്കുകൾക്കപ്പുറത്താണ് കരുണയുടെ തമ്പുരാൻ്റെ കണക്കുകൾ. ഞാനുടനെ ഒരു പക്ഷേ ചിന്തിക്കും, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ 7 അപ്പം കൊണ്ട് 4000 പേരെയാണോ പോഷിപ്പിക്കേണ്ടത്? അത് ശരിയായില്ലല്ലോ, ഇത് ശരിയാവില്ല. അത് 7 അപ്പം കൊണ്ട് 7000 പോഷിപ്പിക്കണ്ടേ? അതെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തയും ചൊല്ലും ചെയ്തിയും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാത്തിനും ഒരു കണക്കിൻ്റെ, നമ്മുടെ യുക്തിയുടെ കണക്കിൻ്റെ ഒരടിസ്ഥാനം വേണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുമ്പോൾ ഓർക്കും, യുക്തിക്കും അപ്പുറത്താണ് ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ പ്രവർത്തിക്കുക. നമ്മുടെ കണക്കുകൾ തികച്ചും അത് നമ്മളുടെ ആൾജിബ്രായിക്കോ നമ്മുടെ അരിത്മാറ്റിക്സിനോ ഒക്കെ തീർച്ചയായിട്ടും, അതെ, അരിത്മാറ്റിക്കൽ എബിലിറ്റി എന്നല്ലേ നമ്മൾ പറയുക, അത് അരിത്മാറ്റിക് പ്രോഗ്രഷനോ ജിയോമെട്രിക് പ്രോഗ്രഷനോ ഒന്നുമല്ലല്ലോ. GPക്കൊക്കെ അപ്പുറത്തുള്ള നന്മയുടെ ചില കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ ഈ ഒരു അത്ഭുതം അവസാനിപ്പിക്കുന്നത്, അല്ലേ? ഒന്ന് ഓർക്കണം സഹോദരങ്ങളെ, ശേഷിപ്പ് നിറച്ചെടുത്തു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശേഷിപ്പുകളെപ്പോലും ഉണ്ടാക്കിയ ഈ അത്ഭുതത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സമാരംഭം എങ്ങനെയാണ്? അവിടെ നമ്മൾ വായിക്കണത് ഇങ്ങനെയാണ്. കർത്താവ് പറയണു, എനിക്ക് ഇവരെപ്പറ്റി മനസ്സലിവ് തോന്നുന്നു, ഈ പുരുഷാരത്തെപ്പറ്റി എനിക്ക് മനസ്സലിവ് തോന്നുന്നു. ആഴമായ മനസ്സലിവിൽ നിന്ന് പ്രാർത്ഥനയോടെ തുടങ്ങുന്ന പ്രവൃത്തികളാണ് അത്ഭുതങ്ങളായി തീരുക. ആഴമായ മനസ്സലിവിൽ നിന്ന് വിശ്വാസപൂർവം ദൈവാശ്രയത്തോടുകൂടെ കാര്യങ്ങൾ തുടങ്ങിക്കൊള്ളൂ. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരത്ഭുതത്തിൻ്റെ കണപ്പുറങ്ങളാണ് സത്യത്തിൽ ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ നമ്മളവിടെ കാണുന്നുണ്ട്.
ആഡംബരങ്ങൾക്കിടയ്ക്ക് നിന്ന് ഒരു ഷെഫ് തൻ്റെ ആഡംബരത്തിൻ്റെ അന്തരീക്ഷം വിട്ടിട്ട് വിസർജ്യം മാത്രം കഴിയുന്ന, തിന്നാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടല്ലേ അവൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു ടേണിംഗ് പോയിൻ്റ് അവിടെ ആരംഭിക്കുകയാണ്. ആ മനുഷ്യൻ യൂട്യൂബിൽ നിങ്ങൾ അന്വേഷിച്ചാൽ ഈ സിനിമയുടെ ചേരുവകൾ ചേർക്കാത്ത ആ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃഷ്ണൻ നാരായണൻ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ചെന്നൈയിൽ ഇന്ന് 5000-ഓളം വരുന്ന ആളുകൾക്ക് പ്രതിദിനം ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് സ്നേഹത്തോടെ വിളമ്പുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ആ മനുഷ്യൻ ഇന്ന് ദൈവകരങ്ങളിലെ മെരുങ്ങിയ കരുവാണ്. നമ്മുടെ അയൽവക്കത്ത്, അതെ, കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത് നവജീവൻ എന്ന ട്രസ്റ്റില്ലേ, അവിടെ PU തോമസ് ചേട്ടൻ്റെ ആ ഒരു പ്രാർത്ഥനാപൂർവമായ പെരുന്നാളണയുടെ സാക്ഷ്യം ഇന്ന് അനേകർക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ പകരുന്ന അനുഭവമായിട്ട് മാറുന്നില്ലേ? സഹോദരങ്ങളെ, ഇത് നമ്മൾ കുടുംബത്തിൽ ആരംഭിക്കേണ്ടതാണ്. കുടുംബത്തിൽ തുടങ്ങി ഇത് ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമ്പോൾ ഓർക്കണം, കർത്താവ് അപ്പത്തെ പെരുപ്പിച്ചവനാണ് എന്ന ഒരു പക്ഷേ ഈ മിഥുനം കർക്കടക മാസങ്ങളിൽ ആവർത്തിച്ചോർക്കുന്ന രീതിയിലാണ് തിരുവചനം വായനയ്ക്കായിട്ടൊക്കെ വിശുദ്ധ ബലിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അത് വറുതികളുടെ ഒരു കാലത്ത് തീർച്ചയായും അപ്പത്തെ പെരുപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ തലമുറയ്ക്ക് അതിൻ്റെ പ്രസക്തി വളരെ വളരെ കൂടുതലായിരിക്കും. അവർ മുറുക്കിയെടുത്ത മുണ്ട് ഇന്ന് നമ്മളുടെ എല്ലാ തരത്തിലുള്ള അലസതകൾക്കും കാരണമാകുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഇന്ന് അന്നത്തിന് മുട്ടുന്നവർ വളരെ വളരെ കുറവല്ലേ? സഹോദരങ്ങളെ, ഓർക്കാം, ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഴത്തിൽ അനുഭവിച്ചറിയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ആ വലിയ കൃപയുടെ കണ്ണുകൾക്ക് മുൻപിൽ നമുക്ക് വീണ്ടും കരം കൂപ്പാം. അവിടുത്തെ വലിയ സ്പർശത്തിന് വേണ്ടി, കരുണയുടെ സ്നേഹത്തിൻ്റെ സ്പർശത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയ കാതുകൾക്ക് ചേർന്ന് അവിടുത്തെ നെഞ്ചിടിപ്പ് പോലെ ഈ ഒരു ബോധ്യം നമ്മിൽ നിറയട്ടെ. നീ ബലവാനാണെങ്കിലും നീ ബലഹീനനാകിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിത്യതയുടെ ഒരു വെട്ടം ലഭിക്കാനായിട്ട് അവിടുന്ന് കൃപ ചെയ്യണം. നിത്യതയുടെ ഒരു വെട്ടം ലഭിക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ നാനാവിധത്തിലുള്ള അനുഭവങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന അവിടുത്തെ കൃപയുടെ സ്പർശം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ ഭൗതിക ജീവിതത്തിലെ തികച്ചും ഭൗതികമായ ആ കാര്യങ്ങളും ആവശ്യങ്ങളും അതിൻ്റെ ഉടക്കുകളിൽപ്പെട്ട് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് പറ്റാതെ പോകുന്നത്, അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത് അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സ്പർശമാണ്. അതെ, ഞാൻ ആരായിരുന്നാലും അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, അപ്പൻ്റെ മകനായി വന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, ദൈവം സ്നേഹമാകുന്നു. ദൈവമേ, നിനക്ക് സ്തുതി. ആമേൻ. Maria.